സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗ് 3 കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ബിഗ് 3 എല്ലാത്തിലും ഓരോ വില്ലൻ ഓർഗനൈസേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വില്ലൻ ഓർഗനൈസേഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട് എന്ന് ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്തിട്ടൊരു വീഡിയോയിൽ നിങ്ങൾ ഏകദേശം 100 കൂടുതൽ ആൾക്കാർ ഒരു വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള സപ്പോർട്ട് നിങ്ങൾ ഇനിയും തുടർച്ചയായിട്ട് നൽകുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ചെയ്തതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ 100 പേർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ബിഗ് 3 ആനിമയിൽ ഓർഗനൈസേഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് നമ്മുടെ അക്കാട്സ്കി, പിന്നെ നമ്മുടെ ബ്ലീച്ചിലായിക്കോട്ടെ ആറാങ്കാർ അല്ലെങ്കിൽ എക്സ്പാഡാസ്ന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ വൺ പീസിലെ 7 വാർലോഡ് ഓഫ് ദ സീ, ഇതൊരു വില്ലൻ ഓർഗനൈസേഷൻ എന്നൊന്നും പറഞ്ഞുകൂടാ. വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ഒരുപാട് പൈററ്റ്സ് 7 പൈററ്റ്സ് ടീമായിട്ട് ചെയ്യുന്നതൊന്നുമല്ല, അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. എന്നാലും നമുക്കിതൊരു ഓർഗനൈസേഷനായിട്ട് കൂട്ടാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നമ്മുടെ അക്കാട്സ്കി തന്നെ എടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്തിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വില്ലൻ ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉണ്ടാവും, അത് അക്കാട്സ്കി തന്നെയാണ്. കാരണം മറ്റൊന്നല്ല, അവരെല്ലാവരും അവരവരുടെ ഗോൾസാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവരുടെ ടീം വർക്കും അതുപോലെ തന്നെ അവരുടെ ഈ ഔട്ട്ഫിറ്റ്സും അവരുടെ മെൻറ്റാലിറ്റിയും എല്ലാം വെറൈറ്റി ആയിരുന്നു. അതിലുണ്ടായിരുന്ന ഓരോ അക്കാട്സ്കി മെമ്പറും എത്രമാത്രം പവർഫുൾ ആണെന്നും നമുക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ അക്കാട്സ്കിക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടാകാൻ കാരണം നമ്മുടെ ഒബിറ്റോ, ചിഹ, അതുപോലെ തന്നെ പെയിനി, ഇറ്റാച്ചി ഇവരാണ്. നമുക്കറിയാം ഇവരൊക്കെ ഇതിൻ്റെ മെയിൻ പവർ ഹൗസസ് ആയിരുന്നു. എത്രമാത്രം പവർഫുള്ളാണ് ഇവരെന്ന് നമുക്കറിയാം. ഇവരുടെ ഓരോ എൻട്രി സീൻസും നമുക്ക് ഗൂസ് ബോംബ് തരുന്ന രീതിയിലുള്ളതായിരുന്നു. ആദ്യമായിട്ടുള്ള ഇവരുടെ ഇൻട്രൊഡക്ഷനും ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മുടെ കിഷിമോട്ടോ കാണിച്ചിരുന്നത്. ഇത് നമ്മുടെ ബ്ലീച്ചിലെ അറാങ്കാസ്. ഈ ഒരു ഓർഗനൈസേഷൻ വളരെ വലിയൊരു ഓർഗനൈസേഷൻ തന്നെയായിരുന്നു. ഇതിലും നമുക്ക് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ കാണാം. അതുപോലെ തന്നെ ഓരോ മെമ്പേഴ്സിനും വളരെ ഡെഡ്ലി ആയിട്ടുള്ള എബിലിറ്റീസും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും ബ്ലീച്ചിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ ഒരു ആർക്ക് തന്നെ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആനിമേസിൽ ഉള്ള വില്ലന്മാർ അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് ഇവരെയൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ അറാങ്കാറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. അത്രയധികം ഇമ്പാക്റ്റ് നമ്മുടെ ഒരു ആനിമേ വേൾഡിൽ നമ്മുടെ ഈ അറാങ്കാസിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇവർ വളരെ പവർഫുള്ളുമാണ്. അടുത്തത് നമ്മുടെ വൺ പീസിലെ 7 വാർലോഡ്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ഗ്രൂപ്പുകളും ഒരു കോമൺ ഗോളിന് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നതെങ്കിൽ, പക്ഷേ നമ്മുടെ 7 വാർലോഡ്സ് എന്ന് വരുമ്പോൾ അവരെല്ലാം തന്നെ വർക്ക് ചെയ്തിരുന്നത് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഡോഫ്ലമിംഗോ, ക്രോക്കഡൈൽ, അതുപോലെ തന്നെ ആരും ആയിക്കോട്ടെ 7 വാർലോഡ്സിലെ അവരെല്ലാം തന്നെ അവരവരുടെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത്. ഇതിൽ നമുക്ക് ടീം വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും കാണാൻ കഴിയില്ല. പക്ഷേങ്കിൽ ഇവരെല്ലാം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരുന്നു. ഇതിൽ നമ്മുടെ വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ ആയിട്ടുള്ള മീഹോക്ക് ഉണ്ട്, അതുപോലെ തന്നെ മോസ്റ്റ് റൂത്ത്ലെസ് പാരറ്റ് ആയിട്ടുള്ള ഡോങ്കി ഹോട്ടെ, ഡോഫ്ലമിംഗോ എല്ലാവരെയും ഇത് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്ന ഒരു വില്ലൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ 7 വാർലോഡ്സ് തന്നെയായിരിക്കും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടും വളരെ കഷ്ടപ്പെടുത്തുന്നതായിട്ടും നമുക്ക് ആനിമെ കാണാൻ കഴിയും. അത് നമ്മുടെ ഡോഫ്ലമിംഗോൻ്റെ കാര്യമായിക്കോട്ടെ, ക്രോക്കഡൈലിൻ്റെ കാര്യമായിക്കോട്ടെ, അവരെല്ലാം തന്നെ വളരെ അധികം നമ്മുടെ അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ മറ്റുള്ള ഓർഗനൈസേഷനിൽ നമ്മുടെ ജനങ്ങളെ അവരിങ്ങനെ കഷ്ടപ്പെടുന്നതായിട്ട് ഒന്നും തന്നെ കാണാൻ കഴിയില്ലെങ്കിലും അവർ മെയിനായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നത് നമ്മുടെ മെയിൻ ഹീറോസുമായിട്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ളത് നമ്മുടെ 7 വാർലോഡ്സ് തന്നെയാണ്. ഇനി ഇവരെ 3 പേരെയും പവേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറാങ്കാസ് തന്നെയാണ് വിജയിക്കുക, അതിൽ സംശയമൊന്നും വേണ്ട. നമുക്കറിയാം ബ്ലീച്ച് വേഴ്സ് അല്ലാതെ തന്നെ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അറാങ്കാസ് തന്നെ ജയിക്കും. 2ാം സ്ഥാനത്ത് തീർച്ചയായിട്ടും നമ്മുടെ അക്കാട്സ്കി ആയിരിക്കും. നമുക്കറിയാം അക്കാട്സ്കി എത്രമാത്രം പവർഫുള്ളാണെന്ന്. പെയിനി, ഇറ്റാച്ചി, ഒബിറ്റോ ഇവരെ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ 7 വാർലോഡ്സിന് പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ 7 വാർലോഡ്സ് 3ാം സ്ഥാനത്താണ് വരുന്നത്. ഇനി ഇതിൽ ബെസ്റ്റ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ, അത് നമ്മുടെ അക്കാട്സ്കിയാണ്. ഇനി ഇതിൽ ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ 7 വാർലോഡ്സ്, അതിലും സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.